നോട്ട് നിരോധനം പോലെ ബീഹാറിൽ വോട്ട് നിരോധനമാണ് നടക്കുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കോടിക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച ഒരു കാര്യവും കമ്മീഷൻ അംഗീകരിച്ചില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു കാര്യങ്ങളും കമ്മീഷൻ അംഗീകരിച്ചില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. നോട്ട് നിരോധനം പോലെ വോട്ട് നിരോധനമാണ് നടക്കുന്നതെന്നും പിൻവാതിലൂടെ NRC നടപ്പാക്കാനുള്ള ഗൂഢാലോചനയാണെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. നേതാക്കൾ വെച്ച ഒരു നിർദ്ദേശത്തോടും അനുകൂലമായ പ്രതികരണമല്ല ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടായത്. കോടിക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇത് പിൻവാതിലൂടെ NRC നടപ്പിലാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ബീഹാറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോട്ട് നിരോധനം പോലെ വോട്ട് നിരോധനമായി കലാശിക്കാൻ പോകുന്ന വലിയൊരു സംഭവമായിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടപ്പാക്കാനുള്ള ആഗ്രഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. ഇതിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ കൂടിയാലോചിച്ച് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. അടിസ്ഥാന ശിലയെ ബാധിക്കുന്നൊരു വിഷയത്തിന് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള നടപടികളുണ്ട്. ഞങ്ങൾ തമ്മിൽ കൂടിയാലോചിക്കും. എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നതാണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുരളീധരൻ, കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, പവൻ ഖേര, CPI ജനറൽ സെക്രട്ടറി D രാജ, രാജ്യസഭാ MP, RJD രാജ്യസഭാ MP മനോജ് ഝാ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ആശങ്കയും പ്രതിഷേധവും അറിയിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.